എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓൾട്ടാസ് ഇൻവെർട്ടർ AC പി സി ബി ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു PCB EL01 എന്നുള്ള എറർ കോഡുമായിട്ടാണ് നമുക്കിവിടെ സർവീസിന് വന്നിട്ടുള്ളത്. ഈ PCBനെ സംബന്ധിച്ച് EL01 എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എററാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ എറർ വരുന്നത്? ഇൻഡോർ ബോർഡ് ഓൺ ആണ്, ഔട്ട്ഡോർ ബോർഡ് PCB ഓൺ ആണ്. അപ്പോൾ എവിടെയാണ് ഈ ഒരു ഫോൾട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നോക്കി നമുക്ക് എങ്ങനെ ഈ ഒരു PCB റെഡിയാക്കി എടുക്കാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിലും മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ അമർത്തുക. എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഈ ഒരു എറർ കോഡ് ഇതിനകത്ത് കാണിക്കത്തില്ല. ഏകദേശം ഒരു 3-4 മിനിറ്റ് എടുക്കും ഈ ഒരു എറർ കോഡ് ഇതിനകത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ഓണാക്കി ഇട്ടതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു എറർ കോഡ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു എറർ കോഡ് നമുക്കൊന്ന് കാണണം. ഓക്കെ, ഇപ്പം നമുക്കിവിടെ EL01 എന്നുള്ള ആ ഒരു എറർ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം സമയം എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു എറർ കോഡ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അത്രയും സമയമെടുത്തു. ഓക്കെ, അപ്പോൾ ഇൻഡോർ ഔട്ട്ഡോർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കൊണ്ടിട്ട് നമുക്കിപ്പോൾ EL01 എന്നുള്ള ആ ഒരു എറർ ഇവിടെ വന്നിട്ടുണ്ട്. ഇൻഡോറിലുള്ളയും ഔട്ട്ഡോറിലുള്ളയും ഒപ്റ്റോകളിൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, എവിടെയാണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. കാര്യം ഇപ്പോൾ ഒക്ടോയെ സംബന്ധിച്ച് ഞാൻ പറയാൻ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇൻഡോർ ബോർഡ് ഓൺ ആവുന്നുണ്ട്, ഔട്ട്ഡോർ ബോർഡും ഓൺ ആവുന്നുണ്ട്. ചില കേസുകളിൽ ഔട്ട്ഡോർ ബോർഡ് ഓൺ ആകാതിരിക്കും, അപ്പോഴും ഈ ഒരു എറർ വരും. ഇപ്പോൾ നമുക്കിവിടെ ആ ഒരു ചുവപ്പ് ലൈറ്റ് കറക്റ്റായിട്ട് അത് പിന്നെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഇതൊന്ന് പവർ ഓഫ് ചെയ്യുകയാണ്. പവർ ഓഫായിട്ട് ഈ ഒരു ലൈറ്റ് ഔട്ട്ഡോറിന് ആ ഒരു ലൈറ്റ് ഇതിനകത്തുനിന്ന് ഓഫ് ആവണം. അതായത് നമ്മുടെ ഇതിനകത്തുള്ള ചാർജ് ഡിസ്ചാർജ് ആവണം. അപ്പോൾ ആ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയിട്ടുണ്ട്, ഔട്ട്ഡോർ ഓഫ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടെ ഓൺ ചെയ്യണം. ഓൺ ചെയ്തിട്ട് ഒക്ടോ കപ്ലറിൽ അതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെ നടക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്കിതൊരു ഈ ഇൻഡോർ ബോർഡ് സ്റ്റാൻഡ് ബൈയിൽ എറർ കാണിച്ചതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റാൻഡ് ബൈയിൽ കിടക്കുകയാണ്. പക്ഷേ ഈ ടൈപ്പ് KFRൻ്റെ ബോർഡിനെ സംബന്ധിച്ച് ഇങ്ങനെ സ്റ്റാൻഡ് ബൈ നമ്മൾ പെട്ടെന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് കംപ്രസർ സ്റ്റാർട്ടാവണം. അപ്പോൾ കംപ്രസർ എടുക്കുന്നില്ല. ഓക്കെ, അത് ഈ കമ്മ്യൂണിക്കേഷൻ എററുള്ള ഒന്നാണ്. ഇപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിടുക. വോൾട്ടേജ് മോഡ് ഇട്ടതിന് ശേഷം ഞാൻ ഔട്ട്ഡോറിനകത്തുള്ള ട്രാൻസ്മിഷൻ ലൈൻ ചെക്ക് ചെയ്യണം. അതായത് ഒക്ടോ കപ്ലറിൻ്റെ സൈഡാണ് ചെക്ക് ചെയ്യുന്നത്. ഒക്ടോ കപ്ലറിൽ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടോ, ഒക്ടോ കപ്ലറിൽ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. കറക്റ്റ് ഒരു 0 to 1.1 വോൾട്ടിലോട്ട് ആ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ റിസീവിങ് പോർട്ടിൽ നോക്കിയാണ്. റിസീവിങ്ങിൽ നോക്കുമ്പോഴത്തേക്കും അവിടെയും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റീഡിങ് 3 വോൾട്ട് 4 വോൾട്ടിന് അടുപ്പിച്ച് 3 വോൾട്ട് അപ്പിൽ കാണിക്കുമെങ്കിലും, കൂടുതൽ 3 വോൾട്ട് കാണിക്കുമെങ്കിലും ഇത് പിന്നെ ഒരു 5 വോൾട്ട് വരെ നമുക്ക് ആ ഒരു ട്രാൻസ്മിഷൻ അപ്പ് ആൻഡ് ഡൗൺ നടക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഇൻഡോർ യൂണിറ്റിൽ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്, റിസീവിങ് നടക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റിലാണ് ഈ ഒരു റിസീവിങ്ങും ട്രാൻസ്മിഷനും നടക്കുന്നത്. അതേ കണക്കിന് നമുക്ക് ഇൻഡോർ യൂണിറ്റ് ബോർഡിൽ നോക്കാം. ഇവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഇവിടെയും ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. 1.1 വോൾട്ട് ടു 0 പോകുന്നുണ്ട്. അതേ കണക്ക് തന്നെ റിസീവിങ് മോഡിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഔട്ട്ഡോറിൽ എങ്ങനെ കിട്ടിയോ അതേ കണക്ക് തന്നെ ഇൻഡോറിലും ആ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. 3 വോൾട്ട് വന്ന് 0 പോകുന്നുണ്ട്. അതായത് ഇതിന് എവിടെയാണ് ഇതിൻ്റെ ആ ഒരു ഫോൾട്ട്? നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോർമലി ചെക്ക് ചെയ്യുന്ന രീതിയാണ് നമുക്ക് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. നമ്മളിപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റർ വെച്ച് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ടും നമുക്കിവിടെ കമ്മ്യൂണിക്കേഷൻ എററാണ് വരുന്നത്. ഇതാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രോബ്ലം. ജസ്റ്റ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ഇൻഡോർ ബോർഡായിരിക്കാം കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ ഔട്ട്ഡോർ ബോർഡായിരിക്കാം കംപ്ലയിൻറ്റ്. ഇതിൽ ഏതാണ് കംപ്ലയിൻ്റ് എന്നുള്ളത് നമ്മൾ
നോക്കിയിരുന്ന് കുത്തിയിരുന്ന് കണ്ടുപിടിച്ച് നമുക്ക് ഈ ഒരു ബോർഡ് റിപ്പയറിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിമീറ്ററോ അല്ലെങ്കിൽ ടെസ്റ്ററോ ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയാണ് ഇതിൻ്റെ ഫോൾട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അങ്ങനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് DSO ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എവിടെയാണ് ആ ഒരു ഡേറ്റ ട്രാൻസ്ഫറിങ്ങിൽ ലോസ് വരുന്നത് എന്നുള്ളത് കാര്യത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് DSO തന്നെ മസ്റ്റായിട്ട് വേണം. അപ്പോൾ എനിക്കിവിടെ DSO ഉണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ DSO ഇവിടെ ഓൺ ചെയ്യണം. DSO ഓൺ ചെയ്തിട്ട് ഈ DSO ഞാൻ ഇതിനകത്ത് വെച്ച് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ DSOയുടെ ഗ്രൗണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടുത്തെ ട്രാൻസ്മിഷൻ ലൈൻ ചെക്ക് ചെയ്യണം. നമുക്കവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇനി അതേ കണക്ക് തന്നെ റിസീവിങ് ലൈന്, ഇത് റിസീവിങ് ലൈനാണ്. റിസീവിങ് ലൈനിൽ ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ഇൻഡോറിലോട്ട് ചെക്ക് ചെയ്യണം. ഇൻഡോറിനകത്ത് ഇവിടെയും ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇത് ട്രാൻസ്മിഷൻ ഡേറ്റ. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് റിസീവിങ് ഡേറ്റയാണ്. ഓക്കെ, അപ്പോൾ ഈ റിസീവിങ് ഡേറ്റയിലാണ് നമുക്ക് ഒരു പോരായ്മ കാണുന്നത്. അതിന് ആ ഡേറ്റ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, അവിടുത്തെ കുറച്ച് ഡേറ്റ ഫുൾ 0 to 5 വരുന്നുണ്ട്. കുറച്ച് ഡേറ്റ അതായത് 5 to 4 വോൾട്ടിനകത്തുള്ള ഒരു ഡേറ്റ ആയിട്ടാണ് നിൽക്കുന്നത്. കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഫുൾ ഡേറ്റ, ആ ഫുൾ ഡേറ്റ എന്ന് പറയുന്നത് 0 to 5 ഡേറ്റ എന്ന് പറയുന്നത് ഈ ഇൻഡോർ എന്നുള്ള റിഫ്ലക്ഷൻ ഡേറ്റയാണ് കറക്റ്റായിട്ട് വരുന്നത്. അതേ കണക്കിന് നമ്മൾ ഔട്ട്ഡോർ ചെക്ക് ചെയ്തപ്പോൾ കണ്ട ഡേറ്റ എന്ന് പറയുന്നത് ഔട്ട്ഡോറിൻ്റെ തന്നെ റിഫ്ലക്ഷൻ ഡേറ്റയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡോർ എന്നുള്ള ഡേറ്റ അവിടെ റിസീവ് ആകുന്നത്. ഒന്ന് നമ്മുടെ ഇൻഡോർ യൂണിറ്റിലുള്ള ഡേറ്റ കറക്റ്റായിട്ട് ഔട്ട്ഡോറിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ നിന്നുള്ള ഡേറ്റ ഇൻഡോറിലോട്ട് വരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ LED ടെസ്റ്ററിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു മാറ്റത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഓക്കെ, ആ ഒരു ഡേറ്റ ട്രാൻസ്ഫറിൻ്റെ ഗ്യാപ്പ് കറക്റ്റായിരിക്കണം. അവിടെ ഇങ്ങനെ ഒരു വേവ് ഫോം വരാൻ പാടില്ല. അപ്പോൾ നമുക്കിപ്പോൾ EL01 എന്നുള്ള ഒരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബോർഡ് പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നെ വളരെ കുഴപ്പിച്ച ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിത് ഇപ്പോൾ എവിടെയാണ് ഇതിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നതെന്ന് ഞാനിതിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാര്യം ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങളെയും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഇൻഡോറിൽ നിന്നുള്ള ഡേറ്റ കറക്റ്റായിട്ട് ഔട്ട്ഡോർ റിസീവ് ചെയ്യുന്നുണ്ട്, ഔട്ട്ഡോറിൽ നിന്ന് ട്രാൻസ്മിഷനും ചെയ്യുന്നുണ്ട്. പറയാൻ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മോഡലിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം കമ്മ്യൂണിക്കേഷൻ ഇളക്കി വിട്ടിട്ട് എവിടെ നിന്നാണ് ഇതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നതെന്ന്, ഫസ്റ്റ് ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നതെന്ന് ചെക്ക് ചെയ്ത്. അപ്പോൾ ചെക്ക് ചെയ്ത കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു ഇൻഡോർ യൂണിറ്റാണ് ഈ ഒരു മോഡലിൽ ഡേറ്റ ട്രാൻസ്ഫറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഇൻഡോർ ഡേറ്റ ട്രാൻസ്ഫറിങ് ചെയ്താൽ മാത്രമേ ഔട്ട്ഡോർ ഡേറ്റ ട്രാൻസ്ഫറിങ് എനേബിൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻഡോർ എന്നുള്ള ഡേറ്റ ഔട്ട്ഡോറിലോട്ട് കിട്ടുന്നുണ്ട്, ഔട്ട്ഡോർ ഡേറ്റ ട്രാൻസ്മിഷൻ സ്റ്റാർട്ടിങ് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ റിസീവിങ് പോർട്ടിൽ കിട്ടുന്ന ആ ഡേറ്റ എന്ന് പറയുന്നത് ഇൻഡോർ എന്നുള്ള ഡേറ്റയാണ്. ആ ഡേറ്റ കിട്ടിയിട്ടാണ് നമ്മുടെ ഔട്ട്ഡോർ മെയിൻ IC ഇൻഡോറിലോട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ കൃത്യമായിട്ട് നമ്മുടെ ഇൻഡോറിൽ റിസീവ് ചെയ്യുന്നില്ല.
അതുകൊണ്ടിട്ടാണ് നമുക്കിവിടെ ഈ ഒരു പ്രോബ്ലം വന്നത്. അപ്പോൾ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, ഞാൻ ചെക്ക് ചെയ്ത് വന്ന കൂട്ടത്തിൽ നമുക്കിവിടെ വരുന്ന ഈ ഒരു ഒപ്റ്റോ കപ്ലർ, ഇവിടെയുള്ള ഈ ഒരു ഒപ്റ്റോ കപ്ലർ പ്രോപ്പറായിട്ട് സ്വിച്ചിങ് നടക്കുന്നില്ല, ഈ ഒരു ഒപ്റ്റോ കപ്ലർ. അപ്പോൾ ഈ ഒരു ഒപ്റ്റോ കപ്ലറാണ് നമുക്കിവിടെ ഫോൾട്ട്. ഈ ഒരു ഒപ്റ്റോ കപ്ലർ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ആവും. ഇത് ഞാൻ കുറേ സമയം എടുത്തിരുന്നാണ് ഈ ഒരു കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ നമുക്ക് ഔട്ട്ഡോർ PCB ഓഫാണ്, അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ഇരിക്കുന്ന ഈ ഒരു ഒപ്റ്റോ കപ്ലർ ഇവിടെ നിന്ന് അഴിച്ചെടുക്കുകയാണ്. ഈ ഒരു ഒപ്റ്റോ കപ്ലറാണ് നമുക്കിവിടെ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ഒപ്റ്റോ കപ്ലർ യൂസ് ചെയ്തിരിക്കുന്നത് ഔട്ട്ഡോർ ട്രാൻസ്മിഷൻ ഒപ്റ്റോ കപ്ലറാണിത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒക്കെയാണ്, എന്നിട്ട് അത് ഇരുന്ന സ്ഥലം ഒന്ന് ക്ലിയർ ചെയ്യണം. അവിടത്തേക്ക് ഞാൻ വേറൊരു ഒപ്റ്റോ കപ്ലർ ഇടുകയാണ്. ഈ ഒരു ഒപ്റ്റോ കപ്ലർ പുതിയതല്ല, കാര്യം ഞാനിത് ഇതേ സെയിം ഒരു ബോർഡിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുള്ള ഒപ്റ്റോ കപ്ലറാണ്. ഈ ഒരു ഒപ്റ്റോ കപ്ലർ ഞാനിവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒപ്റ്റോ കപ്ലർ പ്രോപ്പറായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്തിട്ട് ആ ഡേറ്റ ട്രാൻസ്ഫറിങ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അതായത് റിസീവിങ് പോർട്ടിലാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കവിടെ ആ ഡേറ്റ ട്രാൻസ്ഫറിങ്, നേരത്തെ നമ്മൾ റിസീവിങ് പോർട്ടൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഗ്യാപ്പ് ഇടവിട്ടിട്ടാണ് നമുക്ക് ആ ഡേറ്റ ട്രാൻസ്ഫറിങ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഗ്യാപ്പില്ല, പ്രോപ്പറായിട്ട് ഉള്ള ആ ഒരു ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. ഓക്കെ, അതേ കണക്ക് തന്നെ ഇൻഡോറിലും ചെക്ക് ചെയ്യാണ്. ഇൻഡോറിൽ ഞാൻ റിസീവിങ് മോഡ് ഇവിടെ റിസീവിങ് ചെക്ക് ചെയ്യാണ്. ഇവിടെ ഇപ്പോഴും ആ ഗ്യാപ്പില്ല. നേരത്തെ നമുക്കിവിടെ ആ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ചെറിയ ട്രാൻസാക്ഷൻ മാത്രമായിരുന്നു നേരത്തെ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ആ ചെറിയ ഗ്യാപ്പിനിടയിൽ ചെറിയൊരു ഡേറ്റ ട്രാൻസ്ഫറിങ് മാത്രം. ഇപ്പോൾ നമുക്ക് ആ ഫുൾ വേവിലുള്ള കറക്റ്റ് ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഈ ഒരു ബോർഡ് ഇൻഡോർ ബോർഡ് സ്റ്റാൻഡ് ബൈയിൽ കിടക്കുകയാണ്. ഞാൻ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കംപ്രസർ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കംപ്രസർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാനതൊന്ന് ഓഫ് ചെയ്യണം. ഓക്കെ, കംപ്രസർ ഓഫായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കംപ്രസർ ഓഫാക്കിയത് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു കംപ്രസറിൻ്റെ സൗണ്ടിൽ അത് വ്യക്തമാവില്ല. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കൺഫ്യൂസ് ആക്കുന്ന രീതിയിലുള്ള ഒരു കംപ്ലൈൻ്റാണ്. എന്നെ നല്ല രീതിയിൽ കൺഫ്യൂസ് ആക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ DSO ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഞാനിത് ഈ ഒരു ഒപ്റ്റോ കപ്ലറെല്ലാം ചേഞ്ച് ആക്കി നമുക്കിത് റെഡിയാക്കാൻ കഴിഞ്ഞത്. ഈ ഒരു ബോർഡിന് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ നമ്മൾ എത്ര സമയം വേണമെങ്കിലും നമുക്ക് കംപ്രസർ പൂർണ്ണമായിട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തി ഇത് ഓട്ടിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.